നമുക്ക് അബുദാബിയിൽ വെച്ച് പറഞ്ഞിരുന്നു, നിങ്ങൾ കൂടുതൽ പ്രതീക്ഷയായിട്ടൊന്നും സിനിമ കാണാൻ വരരുത്, നിങ്ങൾ ഒന്നും പ്രതീക്ഷിക്കാതെ വന്നാൽ നിങ്ങൾക്ക് സിനിമ ഇഷ്ടപ്പെടുമെന്നാണ് മമ്മൂക്ക പറഞ്ഞത്. ഇത്തരമൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലേക്ക് മമ്മൂക്ക വീണ്ടും എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? പ്രഷർ എത്രമാത്രം പ്രതീക്ഷ വെക്കാതെ തന്നെ പോകും എങ്കിലും മമ്മൂക്കയുടെ പ്രതീക്ഷ പറയണമല്ലോ. ഒന്നും പ്രതീക്ഷിക്കാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അതായത് നിങ്ങൾ ഒരു കാര്യങ്ങൾ തീരുമാനിച്ചു വരുന്ന കഥ എങ്ങനെയായിരിക്കും, നിങ്ങളൊരു കഥ ഉണ്ടാക്കി വരുമെന്നേ ഞാൻ പറഞ്ഞു. സിനിമയ്ക്കൊരു കഥയുണ്ട്, അത് നിങ്ങൾ സിനിമ കണ്ടറിയുന്നതാണ് എൻ്റെ ഭാവി എന്നേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങൾ അങ്ങനെയല്ല വിചാരിച്ചത് ഇങ്ങനെയല്ല വിചാരിച്ചത് എന്ന് പറയരുതെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്നെ ആവശ്യമില്ല അത് കുറ്റപ്പെടുത്തില്ല, ഒരിക്കലും ഇല്ല. അതൊരു ഒരു എന്താ പറയുക, ശൂന്യമായ മനസ്സുകൊണ്ട് സിനിമയാണ്. സിനിമയ്ക്ക് നമ്മൾ ഈ ട്രെയിലർ കാണുമ്പോഴും പോസ്റ്റർ കാണുമ്പോഴും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് പോയി പറയുന്നത് ചില ആൾക്കാർ ഇത് ഡീകോഡ് ചെയ്തിട്ട് അങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കും എന്നൊക്കെ പറയും. അതൊന്നും ആയിരിക്കണം എന്നില്ല, ചിലപ്പോൾ ആവാമില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ അതുകൊണ്ടൊരു സിനിമ കാണുമ്പോൾ നമുക്ക് അതിനോട് ത്രില്ല് നഷ്ടപ്പെട്ടു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സിനിമ കാണുമ്പോൾ സിനിമ ഇനി ഒന്നും മാറ്റാൻ നോക്കിയല്ല, സിനിമ ഓൾറെഡി ആയിപ്പോയി. അപ്പോൾ അങ്ങനെ ആയിരിക്കാം ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊക്കെ നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹം തോന്നുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് സിനിമ കാണാൻ വരുമ്പോൾ ഒരു തീരുമാനങ്ങളൊന്നും എടുക്കാതെ വരും. അതിനിപ്പോൾ ഒരു മലയാളത്തിലെ വാക്ക് ഇങ്ങനെ ടിടിക്ക് വെല്ലുപിടിയുണ്ട്. അല്ല, നമ്മൾ സിനിമ കാണാൻ വരുമ്പോഴേ ഒരു മുൻവിധിയോടുകൂടി വരും. മുൻവിധി എന്ന് പറയുമ്പോഴും അത് കുറച്ചുകൂടെ പരുഷമായി പോകുന്നു. ഒരു എന്തോ ഒന്ന് കാണാൻ വരുന്നു എന്ന് തന്നെ വരണം. നമ്മൾ വിചാരിക്കുന്നത് കാണാൻ വരുന്നു വിചാരിക്കരുത്, അങ്ങനെയുള്ളൂ.